ഹായ്, ഇൻകം ടാക്സിൻ്റെ റെഗുലർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് CA, CMA, ഈവൻ CS സ്റ്റുഡൻസിന്, ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നൗ എന്നെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഈസ് അർജുൻ. ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇത് ആക്ച്വലി നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അടുത്ത കൊല്ലം തൊട്ട് നമുക്ക് ന്യൂ ഇൻകം ടാക്സ് ആക്ട് വരും, നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന്. സോ കറൻ്റ്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1961 ആണ്. സോ ഇത് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആയിരിക്കും എന്ന് ജസ്റ്റ് നോക്കാം. ഇനി നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് എക്സാം എഴുതാൻ പോകുന്നത് സെപ്റ്റംബറിലോ ജാനുവരിയിലോ ആണെങ്കിൽ അതുവരെ മാത്രമാണ് 1961 ഉള്ളത്. ഒന്ന്. രണ്ട്, നിങ്ങൾ CMA സ്റ്റുഡൻസ് ആണ്, CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ വരാൻ പോകുന്ന ഡിസംബർ അറ്റംപ്റ്റിലാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. CS സ്റ്റുഡൻസ് ഇതുപോലെ അടുത്ത അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ന്യൂ ഇൻകം ടാക്സ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള അറ്റംപ്റ്റിനുള്ളിൽ നമുക്കിത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞ പോലെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ, എൻ്റെ പേര് അർജുൻ ആണ്, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ നമ്പർ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഡൗട്ട് ആ ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് അത് ക്ലിയർ ചെയ്യും, അതല്ലെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. സോ എൻ്റെ നമ്പർ ഞാൻ തരാം. ദിസ് ഈസ് മൈ ഫോൺ നമ്പർ. നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഐദർ ഈ ഒരു ഇതിലേക്കോ, എൻ്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക് ഞാൻ എൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, എങ്ങനെയാണ് അതിലേക്ക് ആക്സസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ തരാം. ഇത് കുഴപ്പമില്ല. ഓക്കെ, സോ യു ക്യാൻ സേവ് ദിസ് നമ്പർ. ഓക്കെ, നൗ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ക്ലാസ് റെഗുലർ ക്ലാസ് ആയിരിക്കും. ദെൻ എന്താ പറയുക, മലയാളം ഇംഗ്ലീഷ് മിക്സ് ആയിരിക്കും ക്ലാസ്. സോ യാ, ലെറ്റ് സ്റ്റാർട്ട്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നൗ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഇവിടെ എഴുതിയ പോലെ ടാക്സ് എന്നാണ് അല്ലേ, ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ടാക്സ്. സോ നിങ്ങളടുത്ത് ആരെങ്കിലും എന്താണ് ടാക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ടാക്സ്? നമുക്ക് ഈ ഒരു സംഭവം ടാക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ഗവൺമെന്റിലേക്ക് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ആണ് ടാക്സ്. കറക്റ്റ് അല്ലേ? ഗവൺമെന്റിലേക്ക് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ആണ് ടാക്സ്. സോ ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരു സാധാരണ മനുഷ്യൻ നമ്മളോട് എന്താ പറയാ? ടാക്സ് ഈസ് എ പേയ്മെന്റ്. ആർക്കാണ് പേ ചെയ്യുന്നത്? ടു ഗവൺമെന്റ്. നൗ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ എന്തിന് ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം അല്ലെ? ഞാൻ എന്തിന് ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം? എന്തിനാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്? ഫോർ ദ സർവീസസ് പ്രൊവൈഡഡ്. എന്താണ്? നമുക്ക് ഗവൺമെന്റ് ഒരുപാട് സർവീസസുകൾ തരുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് റോഡ് അവർ ഉണ്ടാക്കി തരുന്നുണ്ട്, റെയിൽവേ, ഹോസ്പിറ്റൽ, ഡിഫൻസ്, എഡ്യൂക്കേഷൻ, ഇത്തരം സൗകര്യങ്ങൾ അവർ ഒരുക്കി തരുന്നില്ലേ? ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് റോഡ്, റെയിൽവേ, അതുപോലെ ഹോസ്പിറ്റല്, ദെൻ സ്കൂള്, ഇതൊക്കെ ഒരുക്കി തരുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പോൾ ഗവൺമെന്റിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് പറയാം അല്ലേ? അപ്പൊ നമ്മൾ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്ന ഒരു എമൗണ്ട്. എന്തിനാണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്? ഇതുപോലെ റോഡ്, റെയിൽവേ, ഹോസ്പിറ്റൽ, അങ്ങനത്തെ സൗകര്യങ്ങൾക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ഗവൺമെന്റിന്റെ ഒരു സർവീസും വേണ്ട. ഞാൻ ഗവൺമെന്റിന്റെ റോഡ് ഉപയോഗിക്കുന്നില്ല, റെയിൽവേ ഉപയോഗിക്കുന്നില്ല, ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നേ ഇല്ല, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കോളാം. സ്കൂൾ, എനിക്ക് ഗവൺമെന്റ് സ്കൂൾ വേണ്ട, ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യാം? പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാം. എനിക്ക് ഗവൺമെന്റ് തരുന്ന ഒരു ആനുകൂല്യം വേണ്ട, അത് എനിക്ക് വേണ്ട. എനിക്ക് ടാക്സ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ചിന്തിച്ചു നോക്കിയേ. പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ടാക്സ് ഇസ് എ പേയ്മെന്റ് ടു ഗവൺമെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതെന്താണ്? കമ്പൽസറി പേയ്മെന്റ് ആണ് അല്ലേ? ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ്. എന്താ കമ്പൽസറി പേയ്മെന്റ് പറഞ്ഞാൽ എന്താ അർത്ഥം? കമ്പൽസറി പേയ്മെന്റ് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങള്
ഈ ഒരു ഫെസിലിറ്റി ഞാൻ ഉദാഹരണം എഴുതിയേ ഉള്ളൂ, ഇതിനെ കൂടുതലും ഫെസിലിറ്റീസ് ഉണ്ട്. ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ അവൈൽ ചെയ്താലും ശരി, ഇനി അവൈൽ ചെയ്തില്ലെങ്കിലും ശരി, നിങ്ങൾ എന്ത് കൊടുത്തിരിക്കണം? ടാക്സ് കൊടുത്തിരിക്കണം. Okay, so the main point here is that whether you availed or not. What is the meaning of this? നിങ്ങൾ വേണമെങ്കിൽ അവൈൽ ചെയ്തോ, ഇല്ലെങ്കിൽ വേണ്ട, രണ്ടായാലും ശരി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് മേടിച്ചിരിക്കും? ടാക്സ് മേടിച്ചിരിക്കും. ഇതാണ് ഗവൺമെന്റ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഗവൺമെന്റ്? ഞാൻ എന്തിന് ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കണം? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇനി മുതൽ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കണ്ട, നിങ്ങൾ എനിക്ക് ടാക്സ് തന്നോളൂ. ഗവൺമെന്റ് തരുന്ന ഈ ഫെസിലിറ്റീസ് എല്ലാം, റോഡ്, റെയിൽവേ, ഡിഫൻസ്, ഹോസ്പിറ്റൽ, സ്കൂൾ, ഇതെല്ലാം ഞാൻ തരാം നിങ്ങൾക്ക്. ഇനി മുതൽ നിങ്ങൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കണ്ട, എനിക്ക് ടാക്സ് തന്നാൽ മതി. ഓക്കെ, നോ, അത് പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ, റൈറ്റ്? ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഗവൺമെന്റിലേക്ക് കാശ് കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് അപ്പോൾ നിങ്ങൾക്ക് റോഡ്, റെയിൽവേ അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം തരുന്നുണ്ട്. ഇനി മുതൽ, നാളെ മുതൽ ഞാൻ പറയാണ്, ഇനി മുതൽ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണ്ട, ഈ പറഞ്ഞ റോഡ്, റെയിൽവേ, ഡിഫൻസ്, ഹോസ്പിറ്റൽ, ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ആര് തരും? ഞാൻ നിങ്ങൾക്ക് തരാം. ടാക്സ് ഇനി മുതൽ എനിക്ക് തരണം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് മൈ ക്വസ്റ്റ്യൻ, വൈ ഗവൺമെന്റ്? വൈ ഗവൺമെന്റ്? ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു പരിപാടി ഉണ്ടല്ലോ. എന്താണത്? കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോഴാണ് 26/1/1950, 1950s വന്നത്. ഓക്കെ, 1950 വന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതില് ഇതിന്റെ എന്താ പറയാ, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഷെഡ്യൂൾ ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഷെഡ്യൂൾ നമ്പർ 7 എന്ത് പറഞ്ഞിട്ടുണ്ട്? 3 ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 3 ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ലിസ്റ്റാ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കേ. ലിസ്റ്റ് 1, എന്താ ലിസ്റ്റ് 1? യൂണിയൻ ലിസ്റ്റ്. ലിസ്റ്റ് 2, എന്താ ലിസ്റ്റ് 2? സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി ലിസ്റ്റ് 3, എന്താ ലിസ്റ്റ് 3? കൺകറന്റ് ലിസ്റ്റ്. എന്താ ഇതിന്റെ മീനിങ്? 3 കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഷെഡ്യൂളില് അതില് ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ലിസ്റ്റ് 1 യൂണിയൻ ഗവൺമെന്റിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 സ്റ്റേറ്റ് ഗവൺമെന്റിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയനും സ്റ്റേറ്റിനും ഒരേപോലെ പവർ കൊടുത്തിട്ടുണ്ട് എന്ത്? ടാക്സ് കളക്ട് ചെയ്യാൻ. നൗ ഇവിടെ ലിസ്റ്റ് 4 CA അർജുന് എഴുതിയിട്ടുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ആയി. എന്താ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ? നിങ്ങൾ എന്താണ് ഗവൺമെന്റിലേക്ക് എന്താണ് ടാക്സ്, ഗവൺമെന്റിന് എന്തുണ്ട്? ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്, എനിക്ക് പവർ ഇല്ല. അതുകൊണ്ട് തന്നെ നാളെ തൊട്ട് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ടാക്സ് തരൂ, ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം ഒരുക്കി തരാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. ആർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പവർ കൊടുത്തിരിക്കുന്നത്? യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, കോമ്പിനേഷൻ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഉദാഹരണം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും, ഇൻകം ടാക്സ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻകം ടാക്സ് ഒരു യൂണിയൻ ലിസ്റ്റ് ആണ്. വിച്ച് മീൻസ് ആർക്കാണ് എന്താണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ ഉള്ളത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്, പഴയ വാറ്റ് ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരുപോലെ പവർ ഉള്ളത് ഏതാണത്? ഫോർ എക്സാമ്പിൾ GST. GST എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. സ്റ്റേറ്റിനും സെൻട്രലിനും ഒരുപോലെ പവർ ഉണ്ട് എന്തിന്? ടാക്സ് കളക്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി ടൈപ്പ് ഓഫ് ടാക്സ് അല്ലേ? ടൈപ്പ് ഓഫ് ടാക്സ് എന്ന് നോക്കാം. മെയിൻലി നമുക്കിവിടെ 2 തരത്തിലുള്ള ടാക്സ് ആണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, നമുക്ക് DT എന്ന് വിളിക്കാം അല്ലെ? ഡയറക്റ്റ് ടാക്സ്.
ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 50 മാർക്ക് വരുന്ന നിങ്ങളുടെ DT പോർഷൻ ഈസ് എ ഡയറക്റ്റ് ടാക്സ്. Income tax, direct tax. Okay. Now another one is that IDT. IDT യുടെ full form indirect tax. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നതാണ് എന്ത്? ഡയറക്റ്റ് ടാക്സ്. സോ നമുക്ക് എന്താണ്, നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും അല്ലെ, എൻ്റെ കാശ് പോയി എന്ന് പറയുന്ന പോലെ. സോ എൻ്റെ ഓൺ പോക്കറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഓൺ പോക്കറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? പൈസ എടുത്ത് കൊടുക്കണം. സോ ദിസ് ഈസ് കാൾഡ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ. സെയിം വേ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ടാക്സ് കൊടുക്കണ്ട. ഞാനൊരു ഗുഡ്സ് വേറെ ആൾക്ക് വിൽക്കുന്ന സമയത്ത് അതിന്റെ ടാക്സ് ബേർഡൻ കൂടി ഞാൻ ആളിലേക്ക്, കസ്റ്റമറിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ പൈസ എടുത്ത് കൊടുക്കണം. ഇൻഡയറക്റ്റ് ടാക്സിൽ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ബേർഡൻ ഞാൻ വേറൊരാൾക്ക്, കസ്റ്റമറിലേക്ക് മാറ്റി വയ്ക്കും. ദിസ് ഇസ് കാൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ ട്രാൻസ്ഫർ ഓഫ് ബേർഡൻ ടു കസ്റ്റമർ. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വിട്ടേക്ക്. നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? ഡയറക്റ്റ് ടാക്സ് ആണ്. സോ വി വിൽ ഫോക്കസ് ഓൺ ഡയറക്റ്റ് ടാക്സ് അല്ലെ. ഡയറക്റ്റ് ടാക്സ് എന്താണ്? ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന ടാക്സ് ഏതാണ്? ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് ആക്ട് 1961 ഞാൻ പറഞ്ഞ പോലെ ഏതൊക്കെ അറ്റംപ്റ്റിലാണ് വരുന്നത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ച് വഴിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എന്താ പറയുക, അത്യാവശ്യം ഓൾഡ് ആക്ട് ആണിത്. അതിനു മുന്നേയും ടാക്സ് ഉണ്ടായിരുന്നു, ഇൻകം ടാക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇൻകം ടാക്സ് ആക്ട് 1961 വന്നത്. ദെൻ അഗെയിൻ ലേറ്റസ്റ്റ് 2025 ആക്ട് വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഓരോ ആക്ടിലും സെക്ഷൻസ് വെച്ചിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. സെക്ഷൻസ്. സെക്ഷൻ നമ്പർ 1 നോർമലി എല്ലാ ആക്ടിലും ഉണ്ടായിരിക്കുന്ന എന്താണ്? ഈ ആക്ടിന്റെ ടൈറ്റിൽ ആൾറെഡി പറഞ്ഞു, ഇൻകം ടാക്സ് ആക്ട് 1961. ടൈറ്റിൽ ആൻഡ് കമൻസ്മെന്റ്, എപ്പോ ഈ പരിപാടി തുടങ്ങി എന്നുള്ളത്. ടൈറ്റിൽ ആൻഡ് കമൻസ്മെന്റ്. ഓക്കെ. ഇതാണ് എല്ലാ ആക്ടിന്റെ സെക്ഷൻ നമ്പർ 1 ഉണ്ടാവുക. സെക്ഷൻ നമ്പർ 2 നോർമലി ഒരു എന്താണ്, ഒരു ആക്ടില് ഏത് ആക്ട് ആയാലും, ഇൻകം ടാക്സ് ആയാലും GST ആയാലും നിങ്ങളുടെ കോൺട്രാക്ട് ആക്ട് ആയാലും പാർട്ണർഷിപ്പ് ആക്ട് ആയാലും, സെക്ഷൻ നമ്പർ 2 എന്തായിരിക്കും? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡെഫിനിഷൻസ്. കറക്റ്റ്. സോ സെക്ഷൻ നമ്പർ 2 എന്താണ്? ഡെഫിനിഷൻസ് അല്ലെ. ഡെഫിനിഷൻസ്. സെക്ഷൻ നമ്പർ 2 ഈസ് റിലേറ്റഡ് ടു ഡെഫിനിഷൻസ്. ഓക്കെ. 1 second, I will move to here. ഓക്കെ. ഞാനിത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് കൈ കാണുന്നുണ്ട്. ഓക്കെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് എഴുതുമ്പോൾ ഞാൻ ഈ സൈഡിൽ തല വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലത് കാണില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഡൺ, നോ പ്രോബ്ലം. സെക്ഷൻ നമ്പർ 2 ഡെഫിനേഷൻസ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തരുന്നുള്ളൂ ഇൻകം ടാക്സിന്റെ. ഓക്കെ, വിൽ ഡിസ്കസ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ, നോ വരീസ്. സെക്ഷൻ നമ്പർ 3 എന്താണ്? പ്രീവിയസ് ഇയർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് ഒക്കെ പേടിക്കണ്ട, പ്രീവിയസ് ഇയർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. സെക്ഷൻ നമ്പർ 4 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്താണ്? നമുക്ക് സ്റ്റാർ ഇട്ട് വയ്ക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതെന്താണ്? ചാർജിങ് സെക്ഷൻ എന്ന് പറയും. എന്താണ് ചാർജിങ് സെക്ഷൻ? ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ അതിന് എന്തിനെങ്കിലും പറ്റുമോ? ഇല്ല. സെയിം വേ ഇൻകം ടാക്സിന് പവർ കൊടുത്തിരിക്കുകയാണ്, ചാർജ് കൊടുത്തിരിക്കുകയാണ്. എന്ത്? ജനങ്ങളിൽ നിന്ന്, പേഴ്സൺസിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ സെക്ഷൻ ആണ് എന്താണ്? സെക്ഷൻ നമ്പർ 4. എന്താണ്? സെക്ഷൻ നമ്പർ 4. Okay, charging section. So we can call it as charging section. It is the most powerful section in income tax. ഇതാണ് എന്താണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ ആർക്ക് കൊടുക്കുന്നത്? ഇൻകം ടാക്സ് ആക്ടിന്. സോ എന്താണ് അതിൽ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇൻകം ടാക്സ് ഈസ് പേയബിൾ ബൈ every person. എന്താണ്? ഇൻകം ടാക്സ് ഈസ് പേയബിൾ ബൈ എവറി പേഴ്സൺ ഇൻ ഈച്ച് അസസ്മെന്റ് ഇയർ. ഓക്കെ, ഓൺ
NTTI. എന്താ NTTI? നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകം. ഓക്കെ, നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകം ഏൺഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. നമ്മൾ മുകളിൽ സെക്ഷൻ 3 പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ. Now it depend upon residential status and scope of total income. CA ഇന്ററിന്റെ ഒരു 80 to 90% ഓഫ് സിലബസ് ആണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയത്. ഇത് പഠിക്കുന്നിടത്തോളം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓൾമോസ്റ്റ് 80 to 90% കഴിഞ്ഞ് അങ്ങനെ പറയാം. ഓക്കെ, പിന്നെയും കുറച്ച് ടാക്സ് കളക്ഷൻ പരിപാടികളൊക്കെ ഉണ്ട്, അത് ഒരു ചെറിയ 10% ഉള്ളൂ. ഈവൻ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലായാലും ശരി, കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലായാലും ശരി, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് CA ഇന്ററിൽ വരുന്നത് ഇതാണ്. എന്താണ്? സെക്ഷൻ നമ്പർ 4. ഈ സെക്ഷൻ നമ്പർ 4 ഫുള്ളായി പഠിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിന്റെ പരിപാടിയെ കഴിഞ്ഞു പറയാം. 90% കഴിഞ്ഞു എന്ന് പറയാം. ബാക്കി ഒരു 10% കൂടി ഉള്ളൂ. ഓക്കെ, നൗ ഇത് എപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും? നമ്മളിപ്പോ പഠിക്കുന്നത് ബേസിക് ചാപ്റ്റർ ആണ്, ബേസിക് ടാക്സ് അല്ലെങ്കിൽ ബേസിക് ചാപ്റ്റർ നമ്പർ 1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എവ്രി പേഴ്സൺ എന്നുള്ള പേഴ്സൺ നമ്മൾ എപ്പോ പഠിക്കും? ഈ ചാപ്റ്ററിൽ ഇപ്പൊ പഠിക്കും. അടുത്തത് അസസ്മെന്റ് ഇയറും, ഇതും ഇവിടെ തന്നെ പഠിക്കാം. അസസ്മെന്റ് ഇയറും അതുപോലെ പ്രീവിയസ് ഇയറും നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ഓക്കെ, ഇനി വരാൻ പോകുന്നത് നമ്മൾ അടുത്തത് പേഴ്സൺ പഠിക്കും, പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും പഠിക്കും. അതുപോലെ തന്നെ നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകം നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പോഴാണ്? 3 to 11. ഓക്കെ, 3 to 11 നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകം നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ചാപ്റ്റർ നമ്പർ 2 പഠിക്കും. നമുക്ക് ആക്ച്വലി ആകെ ഒരു 14-15 ചാപ്റ്റർ ഉള്ളൂ. അതിൽ 11 ചാപ്റ്ററും കിടക്കുന്ന എവിടെയാണ്? 11 ചാപ്റ്ററും കിടക്കുന്നത് എന്താണ്? ഈ ഡെഫിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് ചാർജിങ് സെക്ഷന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ ഇൻകം ടാക്സിന് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു സെക്ഷൻ ആണ് എന്ത്? അങ്ങനെ കൊടുത്തിരിക്കുന്ന സെക്ഷൻ ആണ് എന്ത്? സെക്ഷൻ നമ്പർ 4. സെക്ഷൻ നമ്പർ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടി പറഞ്ഞ. സെക്ഷൻ നമ്പർ 4, income tax is payable by every person in each assessment year on their net NTTA, net taxable total income earned during the previous year, depend upon the residential status and scope of total income. ഈ സാധനം പഠിക്കുന്നിടത്തോളം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 90% കഴിഞ്ഞു നമുക്ക് പറയാം. സോ ഓരോന്നോരോന്നായി നമ്മൾ പഠിക്കും, ഡോണ്ട് വരി. ഓക്കെ, നമുക്ക് പഠിക്കാം, പ്രശ്നമില്ല. നൗ ഇതിൽ ഞാൻ ക്ലൈമാക്സിൽ എഴുതിയൊരു സാധനം ഉണ്ട്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം അല്ലേ. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. നൗ എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ഒരു ബേസിക് ഐഡിയ വെച്ച് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിൽ അത്യാവശ്യം കുറച്ച് നാൾ നിന്ന ഒരാൾ ഇന്ത്യൻ റെസിഡന്റ് ആയി അല്ലെ. നമുക്ക് ചെറിയൊരു ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ ഇന്ത്യയിൽ കുറച്ചധികം കാലം നിന്നു, ആള് റെസിഡന്റ് ആണ്. ഇപ്പൊ ഞാൻ റെസിഡന്റ് ആണ്, ഞാൻ ഇന്ത്യയിൽ തന്നെയാണ്, ഒരുപാട് കാലമായി ഇന്ത്യയിൽ തന്നെയാണ്, ഞാൻ റെസിഡന്റ് ആണ്. നിങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്റ്റുഡൻസും എന്തായിരിക്കും? റെസിഡന്റ് തന്നെ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ നമുക്കൊന്ന് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ റെസിഡന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. സി അർജുൻ റെസിഡന്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ടേക്കിംഗ് ക്ലാസ് ഫോർ യു. നിങ്ങൾക്ക് ക്ലാസ് ഞാൻ എടുത്തു തരുന്നു അല്ലെ. എനിക്ക് അതിനനുസരിച്ച് റെമ്യൂണറേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇൻകം കിട്ടി, അതിന് ഞാൻ ടാക്സ് പേ ചെയ്യണോ? യെസ്, പേ ചെയ്യണം. നിങ്ങൾ റെസിഡന്റ് ആണ്, ഇന്ത്യയിൽ പൈസ ഏൺ ചെയ്തു അല്ലെ. ടാക്സ് കൊടുക്കണോ? യെസ്, കൊടുക്കണം. നെക്സ്റ്റ്, മെസ്സി ഇപ്പൊ ഏത് ലീഗിലാ? UAE ലീഗിലാണ് അല്ലെ. USA ലീഗിലാണ് അല്ലെ. സോ പുള്ളി മെസ്സി USA കളിച്ചിട്ട് എന്തുണ്ടാക്കി? ഇൻകം ഉണ്ടാക്കി. ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണോ? മെസ്സി എന്തായാലും ഇന്ത്യയിൽ അധികം കാലം നിന്നിട്ടില്ല, 1-2 തവണ, ഒരു മാക്സിമം ഒരു 5-6 ദിവസം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തല്ല, പുള്ളി റെസിഡന്റ് അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള ഒരു രാജ്യത്ത് ഏൺ ചെയ്ത ഇൻകത്തിന് മെസ്സി ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണോ? ടാക്സ് വേണ്ട. സാർ,
ഇതൊക്കെ ഏത് കുട്ടിക്കും അറിയാം. ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാൾ ഇന്ത്യയിൽ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം എന്നൊക്കെ ഈവൻ എന്താണ് 1ാം ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും. മെസ്സി പുറത്ത് ഇൻകം ഉണ്ടാക്കിയിട്ട് ആൾ ടാക്സ് കൊടുക്കണോ ചോദിച്ചാൽ അത് വേണ്ട എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വലിയ കാര്യമാണോ? അല്ല. ഓക്കെ. ബട്ട് 3ാമത്തെ പോയിന്റ്, നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ഇല്ലേ കോഹ്ലി. കോഹ്ലി നമ്മളൊരു ഇംഗ്ലണ്ട് പര്യടനത്തിന് പോയി. കോഹ്ലി റെസിഡന്റ് ആണ്. ഇംഗ്ലണ്ട് ഇന്ത്യയിലല്ല അല്ലെ, ഇംഗ്ലണ്ട് UK ഓക്കെ പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇതിന് ടാക്സ് വരുമോ? കൺഫ്യൂഷൻ. കറക്റ്റ്. നെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ സ്മിത്ത് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ, ആള് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ഒരു പര്യടനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ IPL വന്നു വിചാരിക്കും. അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ? കൺഫ്യൂഷൻ. ഫസ്റ്റ് രണ്ടും വളരെ എളുപ്പമാണ്. ഞാൻ റെസിഡന്റ് ആണ്, ഇന്ത്യയിൽ ഇൻകം ചെയ്തു, ഞാൻ ടാക്സ് കൊടുക്കണം, ഒരു ഡൗട്ടും ഇല്ല. രണ്ടാമത്തെ വളരെ എളുപ്പമാണ്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? മെസ്സി USA കളിക്കുന്നു. മെസ്സി റെസിഡന്റ് അല്ല, USA പുറത്താണ്, അതുകൊണ്ട് തന്നെ അത് ടാക്സബിൾ അല്ല. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ കൺഫ്യൂഷൻ പാർട്ട് എന്താണ്? കോഹ്ലി ഇംഗ്ലണ്ടിൽ പോയിട്ട് കളിച്ചു, അതിന് ഇൻകം കിട്ടി. കോഹ്ലി റെസിഡന്റ് ആണ്, പുറമേ പോയിട്ടാണ് കളിച്ചത്, അതിന് ടാക്സബിൾ ആണോ? ഇൻകം ടാക്സബിൾ ആണോ? കൺഫ്യൂഷൻ. നെക്സ്റ്റ്, സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഇന്ത്യയിൽ വന്നിട്ട് കളിച്ചു, അത് ടാക്സബിൾ ആണോ? ഈ രണ്ട് സാധനം ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടെണ്ണം നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ പഠിക്കും. ആസ് ഓഫ് നൗ ഞാൻ ഉത്തരം പറയുന്നില്ല. ഓക്കെ, ആസ് ഓഫ് നൗ ആ സസ്പെൻസ് അങ്ങനെ ഇരുന്നോട്ടെ. നെക്സ്റ്റ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ അല്ലെ. എവറി പേഴ്സൺ ചാപ്റ്റർ നമ്പർ 1 പഠിക്കും. അതുപോലെ പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ ചാപ്റ്റർ നമ്പർ 1 രണ്ടാമത്തെ ചാപ്റ്റർ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ടോട്ടൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, അതുപോലെ നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകം 3 to 11 നമ്മൾ പഠിക്കും. ഞാൻ ജസ്റ്റ് എന്താണ് ചാപ്റ്ററിന്റെ പേരുകളൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ചാപ്റ്റർ നമ്പർ 1 എന്താണ്? ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, ചാപ്റ്റർ നമ്പർ 1 ബേസിക് കോൺസെപ്റ്റ്. ചാപ്റ്റർ നമ്പർ 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 3 to 11 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകം. എന്താ നമ്മൾ വിളിക്കുക അതിനെ? NTTA അല്ലെ. NTTA ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 to 11. നൗ ഒരു ഇൻകം ചിലപ്പോൾ അതെന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഇനി ടാക്സബിൾ അല്ലെങ്കിൽ നോട്ട് ടാക്സബിൾ എന്നല്ല പറയാം, നമ്മൾ എന്താണ്? എക്സംപ്റ്റ് ഇൻകം എന്നാണ് പറയാം. എന്താണ് എക്സംപ്റ്റ് ഇൻകം? ഓക്കെ, ചാപ്റ്റർ നമ്പർ 3 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എക്സംപ്റ്റ് ഇൻകത്തെ കുറിച്ചാണ്. ഇനി ടാക്സബിൾ എന്നുള്ളത് നമ്മൾ കുറെ ഹെഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ടാക്സബിൾ എന്നുള്ളത് നമ്മൾ എന്താണ് 5 ഹെഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ഹെഡ് എന്ന് നമുക്ക് നോക്കാം. അതായത് ടാക്സബിൾ ആണെങ്കിൽ അത് 5 ഹെഡിന്റെ അകത്താണ് നമ്മൾ വരിക. എന്താണ് ടാക്സബിൾ ആണെങ്കിൽ അത് 5 ഹെഡിന്റെ ഉള്ളിൽ വരും. ഏതൊക്കെയാണ് ഹെഡ് എന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാ? 5 ഹെഡ്സ് ഓഫ് ഇൻകം. എന്താണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം? എന്താ 5 ഹെഡ്സ് ഓഫ് ഇൻകം? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ 5 ഹെഡ്സിൽ വരുന്നത്? ഇൻകം കിട്ടാൻ നമുക്ക് പല വഴികളുണ്ട് അല്ലെ. ഇൻകം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പല വഴികളുണ്ട്. അപ്പൊ ഈ പല വഴികളെ 5 ഡിഫറെന്റ് ഹെഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻകം ടാക്സ് ആക്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഹെഡ് എന്താണ്? ഇൻകം ഫ്രം സാലറി. എന്താണ്? ഇൻകം ഫ്രം സാലറി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ CA ക്വാളിഫൈ ചെയ്തു, നിങ്ങൾക്ക് ബിഗ് 4 ഓഫർ കിട്ടി, നിങ്ങൾ ബിഗ് 4 ജോയിൻ ചെയ്തു. അപ്പോൾ ഓരോ മാസവും നിങ്ങൾക്ക് എന്ത് കിട്ടും? സാലറി കിട്ടും. അത് നിങ്ങളുടെ ഇൻകം അല്ലേ. ഈ ഇൻകം എവിടെ ടാക്സ് ചെയ്യുക? ഇൻകം ഫ്രം സാലറി. വെരി സിമ്പിൾ. 2, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് ചുരുക്കി IFHP എന്ന് പറയാം. എന്താണ് IFHP? എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? സപ്പോസിംഗ്ലി നിങ്ങൾക്ക് 2 വീടുണ്ട് വിചാരിക്കാം. നിങ്ങൾക്ക് താമസിക്കാൻ ഒറ്റ വീട് പോരെ. ഒരു വീട് വെറുതെ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? റെന്റിന് കൊടുക്കും അല്ലെ. നിങ്ങൾ CA ക്വാളിഫൈ ചെയ്തു, ഭയങ്കര സാലറി ഒക്കെ കിട്ടി, 2 വീടൊക്കെ വെച്ചു. അപ്പോൾ ആലോചിച്ചു, എന്തിനാ ഞാൻ 2 വീട് വെച്ചത്? ഒരു യൂസും ഇല്ല, ഞാൻ ആകെ ഒരു വീട്ടിൽ താമസിക്കുന്നുള്ളൂ.
ഒരു വീട് ഞാൻ എന്ത് ചെയ്യും, വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുത്താൽ എല്ലാ മാസം എനിക്ക് എന്ത് കിട്ടും, റെന്റ് കിട്ടും. ഈ റെന്റ് നിങ്ങളുടെ ഇൻകം അല്ലേ. ഈ ഇൻകം ഏത് ഹെഡിന് ടാക്സ് ചെയ്യണം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസിലൊക്കെ നമ്മൾ പോകും. ഈ ചാപ്റ്റർ ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഡോണ്ട് വെരി, ജസ്റ്റ് ഒരു ഐഡിയ. ഇനി നിങ്ങൾ CA ക്വാളിഫൈ ചെയ്തിട്ട് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് സാലറി ഒക്കെ ബിഗ് ഫോറിൽ വർക്ക് ചെയ്ത് സാലറി ഒക്കെ കിട്ടി. അപ്പം നിങ്ങൾ ആലോചിക്കണം, CA എന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലേ. പ്രാക്ടീസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ജോലിയൊക്കെ മതി, നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ എത്തി. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കില്ലേ. അത് ഏത് ഹെഡിലാണ് ടാക്സബിൾ ആവുക, നമുക്കതിനെ PGBP എന്ന് വിളിക്കാം. എന്താണ് PGBP? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതെന്താണ്, നിങ്ങളൊരു ബിസിനസ് നടത്തി, അതിൽ നിന്ന് ഇൻകം കിട്ടി, അത് ഏത് ഹെഡിലാണ്, ആ ഇൻകം ഏത് ഹെഡിലാണ് ടാക്സ് ചെയ്യുക, PGBP. PGBP ഫുൾ ഫോം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ഒരു ആൾക്ക് അപ്പൊ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ട് 2 വീട് വെച്ചു എന്ന്. ആ വീടിലെ ഒരു വീട് ആള് വിറ്റു. ഓക്കെ, 2 വീട്ടില് അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലം ഞാൻ വിറ്റു. അല്ലെങ്കിൽ കുറച്ച് ഷെയർസ് ഉണ്ടായിരുന്നു, ഷെയർ ഞാൻ വിറ്റു. ഏത് ഹെഡിലാണ് ടാക്സബിൾ? ഇറ്റ്സ് കോൾഡ് ക്യാപിറ്റൽ ഗെയിൻ. എന്താണ്, നിങ്ങൾ ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റു, അതിന്റെ ടാക്സ് എവിടെയാണ് വരിക, അതിന്റെ ടാക്സ് നിങ്ങൾക്ക് എവിടെയാണ് വരിക പറഞ്ഞേ, ക്യാപിറ്റൽ ഗെയിൻ ആണ് വരിക. ഫോർ എക്സാമ്പിൾ, ഒരു ലാൻഡ് വിറ്റു, ഒരു ബിൽഡിംഗ് വിറ്റു, ഒരു ഷെയർസ് വിറ്റു, ഇതെല്ലാം എവിടെ വരിക, ഡിബഞ്ചേഴ്സ് വിറ്റു, ഇതെല്ലാം എവിടെ വരിക, ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ അല്ലേ. നൗ ഫിഫ്ത്ത് വൺ ഈസ്, സാർ ഇതല്ലാതെ കുറേ ഇൻകം ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഓരോ ഇൻകത്തിന്റെ ഹെഡ് എഴുതി പോകാൻ പറ്റുമോ? ഇല്ല, ആകെ 5 ഹെഡേ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കി വരുന്ന ഇൻകങ്ങളെല്ലാം ഗവൺമെന്റ് പറയോ ടാക്സ് വേണ്ട, ഈ 4 ഹെഡിന് മതി എന്ന് പറയോ? ഒരിക്കലും ഇല്ല. അപ്പോ അതിനു വേണ്ടിയിട്ട് പുതിയ ഹെഡ് ഉണ്ടാക്കി വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേസ്റ്റ് വരുന്ന ഇൻകത്തിനൊക്കെ പിടിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ എന്ത് ചെയ്തു, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട്. എല്ലാ മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ഹാഫ് ഇയർലി ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇൻട്രസ്റ്റ് സാലറി അല്ല, ഹൗസ് പ്രോപ്പർട്ടി അല്ല, PGBP അല്ല, ക്യാപിറ്റൽ ഗെയിൻ അല്ല. പിന്നെ ഞാൻ എവിടെ കൊണ്ട് ടാക്സ് ചെയ്യും, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഡിവിഡൻഡ് കിട്ടി, അത് സാലറി അല്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല, PGBP അല്ല, ക്യാപിറ്റൽ ഗെയിൻ അല്ല. പിന്നെ എവിടെ ടാക്സ് ചെയ്യും, ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പൊ എന്താണ്, ഈ 4 ഹെഡിലും വരാത്ത സാധനത്തിനൊക്കെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇൻകം ഫ്രം അതർ സോഴ്സ്, വേറെ സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻകം ഒക്കെ എന്താണ്, ടാക്സബിൾ ആണ് ഇൻ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈസ് ദാറ്റ് ക്ലിയർ? നൗ അങ്ങനെ നമ്മളുടെ ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. ഇത് 5 ഹെഡാണ്. ഞാനിത് 5 ഹെഡിന്റെയും ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ 3 ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തത്, അല്ല 3 ചാപ്റ്റർ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. എക്സംപ്റ്റ് ഇൻകം 3ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇൻകം ഫ്രം സാലറി 4ാമത്തെ ചാപ്റ്റർ, ഇത് 5, 6, 7, 8 അങ്ങനെ തിരിക്കുന്നുണ്ട്. ഓക്കെ, 8ാമത്തെ ചാപ്റ്റർ ആണ് ഇൻകം ഫ്രം IFOS. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, ഇനി നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ എന്താണ്? 9ാമത്തെ ചാപ്റ്റർ ക്ലബിംഗ് ഓഫ് ഇൻകം. എന്താണ് ക്ലബിംഗ്? പേര് കേട്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് കത്തിണ്ടാവും. ക്ലബിംഗ് എന്താ? ക്ലബിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ ഇൻകം എൻ്റെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, സാർ എനിക്ക് ഈ 5 ഹെഡിലെ ഇൻകം കണ്ടുപിടിച്ചിട്ട് എൻ്റെ ടാക്സ് തന്നെ കൊടുക്കാൻ വയ്യ, അപ്പോഴാണ് ഞാൻ ആരാന്റെ ടാക്സ് കൊടുക്കുന്നത് അല്ലേ? ഇത് ക്ലബിങ്ങിന്റെ മീനിങ് അത് തന്നെയാണ്. വേറൊരാളുടെ ടാക്സ് ഞാൻ കൊടുക്കുന്നു, ദിസ് ഈസ് കോൾഡ് വാട്ട്, ക്ലബിംഗ്. അപ്പൊ ഞാൻ ജെനുവിൻലി പറയുന്ന ഒരു പോയിന്റ് ആണ്, എന്താണ്, എനിക്ക് എൻ്റെ ടാക്സ് തന്നെ കൊടുക്കാൻ വയ്യ, പിന്നെ എന്തിന് ഞാൻ ആരാന്റെ ടാക്സ് കൊടുക്കണം? നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണം. അതായത് നിങ്ങളുടെ അയൽവാസിയുടെ ടാക്സ് നിങ്ങൾ കൊടുക്കുന്നു എന്നല്ല ക്ലബിങ്ങിലുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മകൻ മൈനറാണ്, ഫോർ എക്സാമ്പിൾ ഒരു 10 വയസ്സേ ഉള്ളൂ. ആൾക്ക്, ആ ചെറിയ പയ്യന് കുറച്ച് ഇൻകം കിട്ടി. ആരുടെ കയ്യിലാണ് ടാക്സബിൾ? പാരൻസിന്റെ കയ്യിലാണ് ടാക്സബിൾ. ഇതാണ് ക്ലബിംഗ്. അല്ലാതെ ലോകത്തുള്ള എല്ലാവരെയും പിടിച്ച് ഞാൻ ടാക്സ് ചെയ്യണം എന്നല്ല ക്ലബിങ്ങിന്റെ കോൺസെപ്റ്റ്. വേറൊരാൾ ഇൻകം ഏൺ ചെയ്തു, എൻ്റെ മകൻ ഏൺ ചെയ്തു, അതിൽ ഞാൻ ടാക്സ് കൊടുക്കുന്നത് തെറ്റില്ലല്ലോ, ഏകദേശം ഓക്കെ അല്ലേ? എൻ്റെ അയൽവാസിയുടെ ടാക്സ് ഞാൻ കൊടുക്കുന്നതാണ് ബുദ്ധിമുട്ട്.
ഞാൻ എൻ്റെ മോൻ്റെ ടാക്സ് കൊടുക്കുന്നത് കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ക്ലബിങ്. ഓക്കെ, അപ്പൊ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്? നിങ്ങളുടെ ടാക്സ് കൂടും. ഓക്കെ അല്ലേ? യെസ്, കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലബിങ്ങിൽ പഠിക്കും. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ തരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. 10ാമത്തെ ചാപ്റ്റർ എന്താണ്? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. നിങ്ങളിത് എഴുതണ്ട, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് തരാം. അതായത് നിങ്ങൾക്ക് 2 ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ബിസിനസ് 1, ബിസിനസ് 2. ബിസിനസ് 1ൽ നിങ്ങൾക്ക് 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്. ബിസിനസ് 2ൽ എനിക്ക് 12 ലക്ഷം ലോസ് ഉണ്ട്. 10 ലക്ഷം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ 12 ലക്ഷം ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റ് എനിക്ക് ടാക്സ് തരൂ? ലോജിക്കൽ അല്ലേ? എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്നു. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ബട്ട് എനിക്ക് ലോസ് ഉണ്ടാവുമ്പോൾ ഗവൺമെന്റ് എനിക്ക് ടാക്സ് തരൂ? എന്തായാലും തരില്ല, അത് ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യാൻ? ഈ ലോസ് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ സെറ്റ് ഓഫ് ചെയ്യും. 10 ലക്ഷം സെറ്റ് ഓഫ് ചെയ്യും. അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. സാർ ഇതിന്റെ പേരാണ് എന്ത്? സെറ്റ് ഓഫ്. വേറൊരു ബിസിനസിന്റെ ലോസ് ഇങ്ങോട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വേറൊരു ബിസിനസിന്റെ ലോസ് പോർഷൻ പ്രോഫിറ്റിലോട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ 2 ലക്ഷം കൂടിയും ബാക്കിയില്ലേ? ഇവിടെ സെറ്റ് ഓഫ് ചെയ്യാൻ 10 ലക്ഷം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ബാക്കി എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യാം. ഫ്യൂച്ചർ ഇയറിൽ പ്രോഫിറ്റ് ഉണ്ടായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ that is what called what? Carry forward of losses. Okay, that is what called carry forward of losses. Okay, ഞാൻ ജസ്റ്റ് ഐഡിയ തരുന്നുള്ളൂ, നിങ്ങൾക്ക് അധികം കട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഐ എം ഗിവിങ് എ ബേസിക് ഐഡിയ. സോ വൺസ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാധനത്തിന് GTI എന്ന് പറയും. എന്താണ് GTI? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, 11th ചാപ്റ്റർ. ഓക്കെ, 11th ചാപ്റ്റർ, അതായത് നമ്മുടെ നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകത്തിൽ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, എന്താണ് 11th ചാപ്റ്റർ? ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. ഞാൻ കുറെ ഇങ്കൊക്കെ ഏൺ ചെയ്തു. ആ ഇൻകം ഏൺ ചെയ്തിട്ട് ഗവൺമെന്റ് പറയുന്ന ചില സ്കീമുകളിൽ, ചില പരിപാടികളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തു. ഗവൺമെന്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ഗവൺമെന്റിന് ഞാൻ ടാക്സ് കൊടുക്കുന്നതാണ്. അപ്പൊ എൻ്റെ ആരോഗ്യം, എൻ്റെ പരിപാടികളിലൊക്കെ ഒരു 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 എന്താ കെയർ ഗവൺമെന്റ് തരണം. അപ്പൊ ഗവൺമെന്റ് എന്ത് പറയുന്നു? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇൻഷുറൻസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഏകദേശം സെക്യൂർ ആയില്ലേ? അതായത് ഏകദേശം ഞാൻ നിങ്ങളെ സേവ് ചെയ്ത പോലെയല്ലേ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇത് ഇൻഷുറൻസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇത് കുറയ്ക്കും. സോ ഇത് അസസിക്ക് ഒരു നല്ല കാര്യമല്ലേ? അസസിയുടെ ഇൻകം കുറയും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ടാക്സ് കൂടും, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കുറയും. ഇൻകം കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്? ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A. ചാപ്റ്റർ 6Aയിലെ ഡിഡക്ഷൻ. അതിൽ ഒന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഇൻഷുറൻസ്. അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ് പെയ്ഡ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? ശരിക്കും ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരുന്നതാണ്, പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു. അപ്പൊ ഗവൺമെന്റ് പറയാണ് നിങ്ങൾ ഇതിന്റെ ബേസിൽ ടാക്സ് അടയ്ക്കണ്ട, ഇത് ഡിഡക്ഷൻ ആയിട്ട് എടുത്തു. ഓക്കെ, ദിസ് ഈസ് കാൾഡ് വാട്ട്? ഡിഡക്ഷൻ. ചാപ്റ്റർ 6A ഡിഡക്ഷൻ. ഓക്കെ, നൗ ഇപ്പോഴാണ് നമുക്ക് NTTI കിട്ടിയത്. സാർ എന്താണ് NTTI? നമ്മൾ ഇവിടെ പറഞ്ഞു നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 11 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൽ 80 to 90% കവർ ചെയ്യുന്നത് ഇത്രയും ഏരിയ ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യും? ഒരു 80-90% കംപ്ലീറ്റ് ചെയ്യും. അതിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? ലാസ്റ്റ് ചാപ്റ്റർ ആണ് NTTI. ഓക്കെ, NTTIയുടെ ഫുൾ ഫോം എന്തായിരുന്നു പറഞ്ഞ? നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകം. സാർ ചാപ്റ്റർ കഴിഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞു 80 to 90% കംപ്ലീറ്റ് ആവും. ഇനിയും ടാക്സ് ഉണ്ട്, അല്ല ഇനിയും പരിപാടികളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മളിപ്പോ ഇൻകം ആണ് കണ്ടുപിടിച്ചത്.
പക്ഷെ ഗവൺമെന്റ് ഹാപ്പി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് ടാക്സബിൾ ടോട്ടൽ ഇൻകത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ആയിരിക്കും എന്ത്? ടാക്സ്. അപ്പൊ എന്താണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്? ചാപ്റ്റർ 12. ചാപ്റ്റർ നമ്പർ 12 നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു? ടാക്സ് റേറ്റ്. എന്താ ടാക്സ് റേറ്റ്? ഈ കിട്ടിയ ഇൻകത്തിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യും. എത്രയാണോ ടാക്സ് കിട്ടുന്നത് അത് ഞാൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കും. ഇനി ടാക്സ് അടയ്ക്കുമ്പോൾ ഗവൺമെന്റ് കുറച്ച് റിലീഫ് ഒക്കെ തരുന്നുണ്ട്. റിലീഫിനെ കുറിച്ച് പഠിക്കും. AMT, ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പഠിക്കും, പേടിക്കണ്ട. ഇനി ഗവൺമെന്റിന് എന്ത് പറയും? ഗവൺമെന്റ് ചില സമയങ്ങളിൽ എന്ത് പറയും? പേ അഡ്വാൻസ് ടാക്സ് എന്ന് പറയും. പേ അഡ്വാൻസ് ടാക്സ്. അതുപോലെ തന്നെ എന്താണ്? TDS, TCS എന്നുള്ള പറഞ്ഞ കോൺസെപ്റ്റുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം, പേടിക്കണ്ട. ഇതെന്താണ്? ഇതിന്റെ പേരാണ് കളക്ഷൻ ഓഫ് ടാക്സ്. ഓക്കെ. ഇനി അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? റിട്ടേൺ ഫയലിംഗ്. എന്താ റിട്ടേൺ ഫയലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം കണ്ടുപിടിച്ചു, അതിന്റെ മുകളിൽ ഞാൻ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് ടാക്സും കണ്ടുപിടിച്ചു. ഓക്കെ, കഴിഞ്ഞ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് വാട്സപ്പിൽ ഗവൺമെന്റ് എൻ്റെ ടാക്സ് ഇത്രയാണ്, ഇതാണ് എൻ്റെ ടാക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ? അല്ല. ഇൻകം ടാക്സ് ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുക, അതിൻ്റെ മുകളിൽ ടാക്സ് അപ്ലൈ ചെയ്യുക, അത് ഞാൻ ഗവൺമെന്റിലേക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കുക. ദിസ് ഇസ് കോൾഡ് റിട്ടേൺ ഫയലിംഗ്. ഓക്കെ, പേടിക്കണ്ട. നമ്മൾ ഇത്രയും ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ 100% കഴിഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനം. ഞാനൊരു ബേസിക് ബെയർ മിനിമം ജസ്റ്റ് ഒരു ഐഡിയ തന്നുള്ളൂ. ഓക്കെ, ഡോണ്ട് വെറി. നൗ വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ചാപ്റ്റർ ബേസിക് ചാപ്റ്റർ അല്ലേ? അപ്പൊ ബേസിക് ചാപ്റ്റർ നമ്പർ 1 നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? പേഴ്സൺ എന്താണ് പഠിക്കാൻ പോകുന്നുണ്ട്. 2 പ്രീവിയസ് ഇയർ എന്താ. 3 അസസ്മെന്റ് ഇയർ എന്താന്ന് പഠിക്കാൻ പോകുന്നു. അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സെക്ഷൻ നമ്പർ 231. എന്താണ് 231? പേഴ്സൺ. പേഴ്സൺ പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റിൽ എഴുതിക്കാം. അസസി ലയബിൾ ടു പേ ടാക്സ്. ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള പേഴ്സൺസിൻ അല്ലെങ്കിൽ അസസിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? പേഴ്സൺ എന്ന് പറയുന്നത്. സെക്ഷൻ നമ്പർ 231 അത് പറയുന്നത്. ഏതൊക്കെയാണ് അസസീസ് എന്ന് നോക്കാം. 1, ഇൻഡിവിജ്വൽ. ഞാൻ, നിങ്ങൾ ഒക്കെ ഇൻഡിവിജ്വൽ അല്ലേ? യെസ്. അപ്പൊ അതിനെന്താ പറയാ? യു ക്യാൻ കോൾ ഇറ്റ് ആസ് നാച്ചുറൽ പേഴ്സൺ അല്ലേ? ദാറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്. Okay, that is called what? Human being. ഞാൻ ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, മീ നാച്ചുറൽ പേഴ്സൺ അല്ലേ? ഹായ്. യെസ്. നെക്സ്റ്റ് യു. യു എന്ന് എഴുതുന്നത് നമുക്ക് സ്റ്റുഡൻസ് എന്ന് എഴുതാം അല്ലേ? സ്റ്റുഡൻസ്. ഓക്കെ, സ്റ്റുഡൻസ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഹ്ലി, മെസ്സി, ലാലേട്ടൻ. തോളി എറിഞ്ഞതാ, ശരിയായില്ല, കുഴപ്പമില്ല. മോഹൻലാൽ, രജനീകാന്ത്. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ പേഴ്സൺസ് ആണ് അല്ലെ? നാച്ചുറൽ പേഴ്സൺസ് ആണ്. ഓക്കെ, കാണാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇങ്ങനെ പോലെ സംസാരിക്കാൻ പറ്റുന്ന, ഇതൊക്കെയാണ് നാച്ചുറൽ പേഴ്സൺ. നൗ രജനീകാന്തിന്റെ ഒരു സിനിമ ഉണ്ട്, എന്തിനകത്ത് രജനീകാന്ത് ഒരു റോബോട്ടിനെ ഉണ്ടാക്കും. ആ റോബോട്ടിന്റെ പേരെന്താണ്? ചിട്ടി അല്ലേ? സ്പീഡ് 1 ടെറാഹൈറ്റ് മെമ്മറി 1 GB എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരാളില്ലേ? ഇറ്റ്സ് കോൾഡ് വാട്ട്? ചിട്ടി. Now my question here is that ചിട്ടി ഒരു ഇൻഡിവിജ്വൽ ആണോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം?
The answer is no. ഞാൻ പറഞ്ഞു ഇറ്റ് ഷുഡ് ബി എ നാച്ചുറൽ പേഴ്സൺ. നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടായ ഒരാളാണ് നാച്ചുറൽ പേഴ്സൺ. ചിട്ടി എന്താണ്? നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ ഒക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ടിട്ട് ഇൻഡിവിജ്വൽ ഉണ്ടാക്കിയതാണ്, ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ചിട്ടി എവിടെ വരില്ല, ആസ് ഓഫ് നൗ എവിടെ വരില്ല, ഇൻഡിവിജ്വൽ എന്ന ഇൻഡിവിജ്വലിൽ വരില്ല. പേഴ്സൺസിൽ വരില്ല നമുക്ക് നോക്കാം. ഇനിയും പേഴ്സൺസിന്റെ പേര് എഴുതാനുണ്ട്, അത് ചിലപ്പോൾ വന്നേക്കാം. ബട്ട് ആസ് ഓഫ് നൗ ചിട്ടി ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. ഓക്കെ, സോ പേഴ്സൺ അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞ എന്താണ്? ഇൻഡിവിജ്വൽ. ഓക്കെ, ഇൻഡിവിജ്വൽ. അടുത്ത എന്താണ്? HUF. എന്താ HUFന്റെ ഫുൾ ഫോം? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി? ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് എന്താണ് കൂട്ടുകുടുംബ വ്യവസ്ഥിത ഉണ്ടായിരുന്നു. എന്താ കൂട്ടുകുടുംബം? അതിലൊരു വലിയ കാരണവർ ഉണ്ടായിരുന്നു. ആ കാരണവർ പറയും ഇന്ന പരിപാടി ചെയ്യും, ഇന്ന പരിപാടി ചെയ്യും, അങ്ങനത്തെ ഒക്കെ. അതായത് ഒരു HUF ഒരു എന്താണ് ഒരു ബിസിനസ് എൻറ്റിറ്റി പോലെ തന്നെയായിരുന്നു പണ്ട്. അപ്പോൾ ഇതിലെന്തുണ്ടായിരിക്കും നോക്കിയേ, ഇവർക്ക് സ്വന്തമായിട്ട് ഷോപ്പുകളൊക്കെ ഉണ്ടാവും, അത് റെന്റിന് കൊടുക്കും. ഇവർക്ക് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും, അത് അവർ എന്താ നടത്തി പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും, ആ സ്ഥലങ്ങളൊക്കെ വിറ്റ ചിലപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ എന്താണ് കളക്റ്റീവ്ലി ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ആ കുടുംബം മൊത്തം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു 60-70 ആൾക്കാരുണ്ടെങ്കിൽ അത് മൊത്തം എന്ത് ചെയ്യും? ഈ HUF നോക്കും. ഇതാണ് HUFന്റെ കോൺസെപ്റ്റ്. ഞാനൊരു ഉദാഹരണം പറയാം. മിസ്റ്റർ എക്സ്. ഓക്കെ, മിസ്റ്റർ എക്സിന് എന്താണ് X1 X2 X3 അങ്ങനെയുള്ള എന്തുണ്ട് മക്കളുണ്ട്. ഇനി അവർക്കും അടുത്ത തലമുറ വന്നു അല്ലേ? ഫോർ എക്സാമ്പിൾ AX1 AX2 AX3. ഇനി അവർക്കും എന്തുണ്ടായിരിക്കും? ഇതുപോലെ എന്തുണ്ടായിരിക്കും? മക്കളുണ്ടായിരിക്കും. BX1 BX2 അങ്ങനെ. ഓക്കെ, സോ ഇതാണ് ഒരു HUFന്റെ ഫാമിലി ട്രീ. അതായത് ഒരു വലിയ ഒരു കാരണവർ നമ്മൾ എന്താ പറയാ, കർത്ത അല്ലെ, കർത്ത ഒരു മാനേജർ, ഒരു കർത്ത ഉണ്ടായിരുന്നു. ആ കർത്തയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, HUFന്റെ കാര്യങ്ങളും പരിപാടികളൊക്കെ നോക്കാം. അപ്പൊ HUF എന്ത് ചെയ്യും? ഇതുപോലുള്ള ബിസിനസ്സുകൾ നടത്തും, ഇതുപോലുള്ള ഷോപ്പ് റെന്റിന് കൊടുക്കും, ഇതുപോലുള്ള ക്യാപിറ്റൽ ഗെയിൻ പരിപാടികളൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർ ജോലിക്ക് പോകും. അങ്ങനെ ഒരു കൂട്ടുകുടുംബം, അതിലുള്ള പൈസ എല്ലാം എന്ത് ചെയ്യും? HUF ഡീൽ ചെയ്യും. ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? HUF നോക്കും. അപ്പോ ഇതില് ഇൻകം ആരാണ് ടാക്സ് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ആരാ ടാക്സ് ചെയ്യേണ്ടത്? ഓരോ ഇൻഡിവിജ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള X1 X2 X3 അവര് ടാക്സ് കൊടുക്കണോ? അല്ല. ആരാണ് ടാക്സ് കൊടുക്കുന്നത്? ടോട്ടലിന്റെ മുകളിൽ, ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ആര് ടാക്സ് കൊടുക്കണം? ഇൻകം ടാക്സബിൾ ഓൺ ആരാണ്? HUF. ആര് ടാക്സ് കൊടുക്കണം? HUF ടാക്സ് കൊടുക്കണം. ഓക്കെ, HUF need to pay tax. One second. HUF need to pay tax. Is that clear? അപ്പൊ ആരാ ടാക്സ് കൊടുക്കേണ്ടത്? HUF ആണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഡൗട്ട് തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇൻകം ഏൺ ചെയ്തു, ആ ഇൻകത്തിൽ HUF ടാക്സ് കൊടുത്തു. ഒരു ഇൻകം ഏൺ ചെയ്തു, അതിൽ HUF ടാക്സ് കൊടുത്തു. ഇനി അതിന്റെ മെമ്പേഴ്സ് കൂടി ടാക്സ് കൊടുക്കണോ? സപ്പോസിംഗ്ലി HUFന് 1 കോടി രൂപ ടാക്സ് കിട്ടി, ഇൻകം കിട്ടി. അതിന് ആര് ടാക്സ് കൊടുക്കണം? HUF കൊടുക്കണം. ഓക്കെ, ആ 1 കോടിയിൽ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് മെമ്പേഴ്സ് ഡിവൈഡ് ചെയ്തു. സെയിം എമൗണ്ടിന് 2 വട്ടം ടാക്സ് ചെയ്യുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് അല്ലെ? HUF ഇൻകം ഏൺ ചെയ്തു, ആ ഇൻകത്തിന് HUF ടാക്സ് കൊടുത്തു, ബാലൻസ് വരുന്ന ഇൻകം മെമ്പേഴ്സ് ഡിവൈഡ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മെമ്പേഴ്സിനോട് ഇനിയും പറയാൻ പറ്റുമോ നിങ്ങൾ വീണ്ടും ടാക്സ് കൊടുക്കുന്നത്? കാരണം ആ ഒരു എമൗണ്ടിന്, സെയിം എമൗണ്ടിന് ആര് ടാക്സ് കൊടുത്തിട്ടുണ്ട്? HUF ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻകം ആരാണ് ടാക്സ് ചെയ്യേണ്ടത്? HUF ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മെമ്പേഴ്സിനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അതെന്തായിരിക്കും? എക്സംപ്റ്റ് ആയിരിക്കും. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ്? വെരി സിമ്പിൾ. ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു ഇൻകം ഒരു ടാക്സ്. അല്ലാതെ HUF ടാക്സ് കൊടുത്തിട്ട് വീണ്ടും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മെമ്പേഴ്സും ടാക്സ് കൊടുക്കുന്നു പറയുന്നത് ശരിയല്ല. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ എക്സംപ്റ്റ് ഇൻകം ആണ്. 3ാമത്തെ ചാപ്റ്റർ എക്സംപ്റ്റ് ഇൻകത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ആദ്യമല്ല രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? HUFന് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സ് കൊടുക്കേണ്ട ആരാണ്? HUF തന്നെയാണ്. ആര് കൊടുക്കണ്ട? മെമ്പേഴ്സ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടിയ മെമ്പേഴ്സിന് ടാക്സ് കൊടുക്കണ്ട.
ഈസ് ദാറ്റ് ക്ലിയർ? അതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ലോജിക്ക്? ആൾറെഡി ആ എമൗണ്ട് ടാക്സ് ചെയ്ത് കഴിഞ്ഞു, ഇനി രണ്ടാമതും ടാക്സ് ചെയ്യുന്ന പറയുന്നത് ശരിയല്ല. ദിസ് ഈസ് എ കോൺസെപ്റ്റ്. അങ്ങനെ HUF കഴിഞ്ഞു. അടുത്ത നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പേഴ്സൺ. 231 ഡെഫിനിഷനകത്ത് പേഴ്സണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഡെഫിനിഷൻ എന്താ പറഞ്ഞ? ഇൻഡിവിജ്വൽ. രണ്ടാമത്തെ ഡെഫിനിഷൻ HUF. മൂന്നാമത്തെ ആളുടെ പേരാണ് എന്ത്? നമുക്ക് എന്താണ്? കമ്പനി. എന്താണ്? കമ്പനി. കമ്പനിയില് എന്താണ്? ഇന്ത്യൻ കമ്പനി ഉണ്ടായിരിക്കും ഓഫ് കോഴ്സ്. അപ്പൊ അടുത്ത എന്തായിരിക്കും? ഫോറിൻ കമ്പനി ആയിരിക്കും അല്ലെ? ഇന്ത്യൻ കമ്പനി ഉണ്ട്, ഫോറിൻ കമ്പനി ഉണ്ട്. എന്താണ് ഇന്ത്യൻ കമ്പനി? വെരി സിമ്പിൾ. കമ്പനി വിച്ച് ഈസ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ഇതാണ് എന്ത്? കമ്പനി. വെരി സിമ്പിൾ അല്ലെ? എന്താണ്? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളെല്ലാം എന്ത് പറയുന്നു? ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നു. അപ്പോ ഫോറിൻ കമ്പനി എന്തായിരിക്കും? അത് അതിനെക്കാളും സിമ്പിൾ ആണ്. എന്താണ്? രജിസ്റ്റേർഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തത് എന്താണ്? ഫോറിൻ കമ്പനി. അപ്പൊ ഇന്ത്യ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനി, ഫോറിൻ രജിസ്റ്റർ ചെയ്ത ഫോറിൻ കമ്പനി. ഭയങ്കര സിമ്പിൾ. നമ്മൾ പണ്ട് ഒന്നും പഠിക്കാത്ത സമയത്ത് നമ്മളിങ്ങനെ ആൻസർ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളല്ലേ? ഇന്ത്യൻ കമ്പനി എന്തായിരിക്കും? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കും ഇന്ത്യൻ കമ്പനി. അപ്പൊ ഫോറിൻ കമ്പനി എന്തായിരിക്കും? ലൈക്ക് വൈസ്. ഓക്കെ. ഇനിയും കമ്പനിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്താണത്? ഡൊമസ്റ്റിക് കമ്പനി. എന്താണ്? ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി. ഓക്കെ, ഡൊമസ്റ്റിക് കമ്പനി. ഓക്കെ, ഡൊമസ്റ്റിക് കമ്പനി. എന്താ ഡൊമസ്റ്റിക് കമ്പനി? ഓൾ ഇന്ത്യൻ കമ്പനീസ് ആർ ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ ആദ്യം ഇന്ത്യൻ കമ്പനി പറഞ്ഞ എന്താണ്? നമ്മൾ ആൾറെഡി പഠിച്ചു. എന്താണ് ഇന്ത്യൻ കമ്പനി? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസിനെല്ലാം നമ്മൾ ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞു. അപ്പൊ ഡൊമസ്റ്റിക് കമ്പനിയിൽ വരുന്ന ഒരാളാണ് എന്ത്? ഇന്ത്യൻ കമ്പനി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഈവൻ ഫോറിൻ കമ്പനിയും കഴിഞ്ഞിട്ടില്ല, കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഈ ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? മേക്സ് അറേഞ്ച്മെന്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. എന്താണ്? 1 second, some stuck is there. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? യെസ്. എന്താ നമ്മൾ പറഞ്ഞത്? ഡൊമസ്റ്റിക് കമ്പനിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യൻ കമ്പനി എന്താണ്? ഡൊമസ്റ്റിക് കമ്പനിയാണ്. എന്താണ് ഇന്ത്യൻ കമ്പനി? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയല്ല, ഇന്ത്യൻ കമ്പനിയാണ്. ഫോറിൻ കമ്പനിയോ? ഫോറിൻ കമ്പനിയും ഡൊമസ്റ്റിക് കമ്പനിയുടെ പരിധിയിൽ വരും. പ്രൊവൈഡ് ദാറ്റ് മേക്ക് അറേഞ്ച്മെന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. എന്താണ്? ഒന്നും മനസ്സിലായില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ പോട്ടെ, നിങ്ങൾ CA ക്വാളിഫൈ ചെയ്തു, ഞാൻ പറഞ്ഞ പോലെ ബിഗ് 4 ജോയിൻ ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഷെയർ ഒക്കെ മേടിച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഷെയർ ഒന്നും പോരാ, നമുക്ക് എന്ത് ചെയ്യാം? ഫോറിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കളയാം. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? ആപ്പിളിന്റെ ഷെയർസ് മേടിച്ചു, കുറച്ച് ഷെയർസ് മേടിച്ചു. ആപ്പിൾ ലോകത്തെല്ലായിടത്തും ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടായ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കും. സെയിം വേ അമേരിക്കയിലും കൊടുക്കും. അപ്പൊ അമേരിക്ക ആപ്പിൾ കമ്പനി എന്ത് ചെയ്തു? നിങ്ങൾ ഷെയർ ഹോൾഡർ അല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഡിവിഡൻഡ് തന്നു. ആ ഡിവിഡൻഡ് എങ്ങനെയാണ് തന്നത്? ഈ രീതിയിലാണ് തന്നത്. എന്ത് ചെയ്തു? ഇന്ത്യയിലുള്ള നിങ്ങൾക്ക് അവരെന്ത് ചെയ്തു? മേക്സ് അറേഞ്ച്മെന്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അവർക്ക് കിട്ടിയ ഡിവിഡൻഡിന്റെ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു എന്തുണ്ടാക്കിയിട്ടുണ്ട്? അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ എന്ത് പറയും? ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ ഓൾ ഇന്ത്യൻ കമ്പനി എന്താണ്? ഡൊമസ്റ്റിക് കമ്പനിയാണ്. എന്താണ് ഇന്ത്യൻ കമ്പനി? ഇന്ത്യ രജിസ്റ്റർ ചെയ്ത കമ്പനി. രണ്ട്, ഫോറിൻ കമ്പനിയും ഡൊമസ്റ്റിക് കമ്പനി ആയിട്ട് വരും. എങ്ങനെ വരും? ഡിവിഡൻഡ് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും വരും. ഓക്കെ, ഇതാണ് ഡൊമസ്റ്റിക് കമ്പനി. അപ്പൊ വേറെ സാധനം ഉണ്ട്, നോൺ ഡൊമസ്റ്റിക് കമ്പനി അല്ലെ? എന്താ നോൺ ഡൊമസ്റ്റിക് കമ്പനി? വെരി സിമ്പിൾ.
ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്തതെല്ലാം എന്താണ്? നോൺ ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഭയങ്കര സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഏതാ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഡൊമസ്റ്റിക് കമ്പനി. എന്താ ഡൊമസ്റ്റിക് കമ്പനി? ഇന്ത്യൻ കമ്പനി, ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി എങ്ങനെ വരും? ഇന്ത്യയിലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്താണ്? ഫോറിൻ കമ്പനിയാണ്. സോറി, ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഓക്കെ അല്ലേ? യെസ്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മറന്നു പോരുത്. നമ്മൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മെയിൻ കോൺസെപ്റ്റ് നിങ്ങൾ മറക്കരുത്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പേഴ്സൺ എന്നുള്ള ഡെഫിനിഷൻ 231. എന്താണ് പഠിച്ചത്? ഓൾ ഇൻഡിവിജ്വൽസ്, then HUF, then ഇപ്പൊ പഠിച്ചത് കമ്പനി. നെക്സ്റ്റ് വൺ, നാലാമത്തെ ആള് എന്താണ്? ഫേം ഇൻക്ലൂഡിങ് LLP. നോർമലി നമ്മള് എന്താണ്? നോർമലി നമ്മള് പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ട്, LLP ആക്ട് ഉണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്, LLP ആക്ട് ഉണ്ട്. അപ്പൊ നോർമലി നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ഐഡിയയിൽ എന്താണ്? LLP വേറെ, പാർട്ട്ണർഷിപ്പ് വേറെ, LLP വേറെ, പാർട്ട്ണർഷിപ്പ് വേറെ. ബട്ട് ഇൻകം ടാക്സിൽ രണ്ട് പ്ലേസസ് ഒഴികെ ബാക്കി എല്ലായിടത്തും എന്താണ്? ഫേം ഈക്വൽ ടു LLP ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ്? ഫേമിന് എന്താണ്? ഫേമിന് ഇങ്ങനെയാണ് ഫീച്ചേഴ്സ്, LLP ഇങ്ങനെയാണ്. രണ്ടും വേറെയാണ്, രണ്ടും വേറെ ആക്ട് ആണ്. ബട്ട് സ്റ്റിൽ എന്താണ്? ഫേം ഇൻകം ടാക്സ് ആക്ടിൽ LLP തന്നെയാണ്. ഇടത്ത് ഒഴികെ ബാക്കിയെല്ലാം ഫേം ഈസ് ഈക്വൽ ടു LLP തന്നെയാണ്. നൗ അഗൈൻ, ഫേമിന്റെ കേസിൽ ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്? ഫേം ഇൻകം ഏൺ ചെയ്തു. ഹൂ ഈസ് റിക്വയർഡ് ടു പേ ടാക്സ്? ഓഫ് കോഴ്സ് ഫേം തന്നെയാണ്. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഹിയർ ഈസ് ദാറ്റ് ഫേം ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ABC എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അവര് ടാക്സ് കൊടുക്കണോ? നിങ്ങൾ HUFന്റെ അതേ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യേ. എന്താണ്? ഫേം ഇൻകം ഏൺ ചെയ്തു, ടാക്സ് കൊടുത്തു. ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ആ ഒരു മെയിൻ എമൗണ്ട് ആൾറെഡി ടാക്സ് ചെയ്ത എമൗണ്ട് ആണ്. ഇനി അതിന്റെ മുകളിൽ വീണ്ടും ടാക്സ് കൊടുക്കണോ? വേണ്ട. Is that clear? Yes. Firm including LLP. Okay. Income Tax Act ഉടനീളം firm is equal to LLP തന്നെയാണ്. Okay. Except 2 cases നമുക്ക് പഠിക്കാം. അതില് firm income earn ചെയ്ത് ആര് ടാക്സ് കൊടുക്കണം? firm തന്നെ കൊടുക്കണം. Just like HUF. ഇനി ആഫ്റ്റർ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട് പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർ ടാക്സ് കൊടുക്കണോ? വേണ്ട. ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇവർക്ക് ഇത് എന്താണ്? എക്സംപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ എക്സംപ്റ്റ് ഇൻകം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന HUF ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ പ്രോഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ് ആൾസോ എക്സംപ്റ്റഡ് ആണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. 5 പേഴ്സണിലെ അഞ്ചാമത്തെ പേഴ്സൺ എന്താണ്? അടുത്തത് AOP. എന്താ AOP? അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അടുത്ത എന്താണ്? BOI. എന്താ BOI? ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. AOP, BOI. എന്താണ് AOP? എന്താണ് BOI? അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. എന്താ AOP, എന്താ BOI? വെരി സിമ്പിൾ. Group of person coming together for a common purpose or goal. കുറച്ച് ആളുകളുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് AOP, BOI. അത്രേ ഉള്ളൂ. ഓക്കെ. കുറച്ച് ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ, കുറച്ച് പേഴ്സൺസിന്റെ ഗ്രൂപ്പ്, അതാണ് എന്ത്? AOP, BOI. ഇവരുടെ കോമൺ ഗോൾ ആയിരിക്കും. ഓക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കാണില്ലേ, റിട്ടയർ ആയ ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരൊരു വെൽഫെയർ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. റിട്ടയർഡ് ആർമികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, പെൻഷനേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. Likewise, similarly. Yes. Now, ഇത് തമ്മിലെ വ്യത്യാസം എന്താണ്? ഞാൻ AOP, BOI രണ്ടും ഒപ്പം എഴുതി. അപ്പൊ AOP is equal to BOI ആണോ? ഡൗട്ട് തരാം. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു
AOP BOയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോട്ടറി ക്ലബ്ബ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം ലയൺസ് ക്ലബ്ബ്. നമുക്ക് ഈ കാറിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കർ ഒക്കെ കാണാൻ പറ്റും, ലയൺസ് ക്ലബ്ബ്. ഒരു ലയണിന്റെ ചിത്രമൊക്കെ വെച്ചിട്ട് ഒരു പരിപാടിയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, ഇതൊക്കെ എന്താണ് ഒരു AOP BOയുടെ എക്സാമ്പിൾ ആണ്. ഇനി ഫോർ എക്സാമ്പിൾ റോട്ടറി ക്ലബ്ബ്. റോട്ടറി ക്ലബിന് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? റോട്ടറി ക്ലബിന് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. മെമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ A, B, C, D, E, ഇങ്ങനെ ABCDE എന്ന് പേരുള്ള ഇൻഡിവിജ്വൽസ് നടത്തുന്ന ഈ പറയുന്ന ക്ലബ്ബ് അല്ലെങ്കിൽ സൊസൈറ്റി, ഈ പരിപാടികളാണ് എന്ത് പറയുന്നത്? BOI. എന്താണ്? ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ABCDE ഇതൊക്കെ ഇൻഡിവിജ്വൽ ആണ്, അതുകൊണ്ടാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഓക്കെ, നമുക്ക് AOP കൂടി പഠിച്ചിട്ട് ഒന്നുകൂടി ലെവലായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ അടുത്തത് ലയൺസ് ക്ലബ്ബ് അല്ലേ? ലയൺസ് ക്ലബ്ബ് നേരത്തെ പറഞ്ഞ പോലെ ABC എന്ന് പറഞ്ഞുള്ള ഇൻഡിവിജ്വൽസിനും AOPയിൽ എന്താവാം? ഭാഗമാവാം. എക്സ് ലിമിറ്റഡ് കമ്പനിയാണ്. LLP പാർട്ണർഷിപ്പ് ഫേം, ഇവർക്കും എന്താവാം? AOPയിൽ എന്താവാം? മെമ്പേഴ്സ് ആവാം. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടുപേരുടെയും ഉദ്ദേശശുദ്ധി ഒന്നാണ്. എന്താണ്? കോമൺ ഗോളിന് വന്നിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടാക്കുന്നു. അതിൽ BOI പറഞ്ഞ എന്താണ്? ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ. ബോഡി ഓഫ് ഇൻഡിവിജ്വലിലെ ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ. AOPയിൽ എങ്ങനെയാണ്? ഇൻഡിവിജ്വൽസും ഉണ്ടാവാം, ഇൻ അഡീഷൻ ടു ദാറ്റ് ആരും ഉണ്ടാവാം, കമ്പനി, LLP അങ്ങനത്തെ പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പേഴ്സൺസ് നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ പഠിച്ചത്? ഇൻഡിവിജ്വൽസ് ഉണ്ട്, HUF ഉണ്ട്, കമ്പനി ഉണ്ട്, ഫേം ഇൻക്ലൂഡിങ് LLP ഉണ്ട്, AOP BOI പഠിച്ചു. ആൻഡ് ആറാമത്തെ പേഴ്സൺ ആണ് എന്ത്? ലോക്കൽ അതോറിറ്റി. എന്താണ് ലോക്കൽ അതോറിറ്റി? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ നാട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. ഓക്കെ, ലോക്കൽ അതോറിറ്റിയെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടില് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. നിങ്ങൾ ഉടൻ തന്നെ ഫോൺ വിളിച്ചിട്ട് അരേ മോഡിജി, ഞങ്ങളുടെ നാട്ടിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, നിങ്ങളൊന്ന് കത്തിച്ചു തരുമെന്ന് പറയോ? ഓഫ് കോഴ്സ് നോ അല്ലേ? അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ ആരുണ്ട്? മോഡി ഉണ്ട്. മോഡിയോട് നിങ്ങളുടെ വീട്ടിലെ ലൈറ്റ് കത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തൊരു പ്രശ്നം, നിങ്ങളുടെ വീട്ടിൽ വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം എത്തുന്നില്ല, വാട്ടർ പൈപ്പ് അല്ലെങ്കിൽ വാട്ടർ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങൾ അടുത്ത് തന്നെ വിളിച്ചിട്ട് എന്താണ്? VD സതീശനെ വിളിച്ചിട്ട്, നമ്മുടെ ചീഫ് മിനിസ്റ്റർ VD സതീശനെ വിളിച്ചിട്ട്, സാർ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം വരുന്നില്ല, അത് ശരിയാക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് VD സതീശൻ ഉണ്ട് അല്ലെ? നമുക്ക് വാട്ടർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആളെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതൊക്കെ ഇഷ്യൂ അല്ലേ? യെസ്, ഇഷ്യൂ ആണ്. ഇതൊക്കെ ആരോടാ പറയേണ്ടത്? ഇവരോടല്ല പറയേണ്ടത്. ആരോടാ പറയേണ്ടത്? ലോക്കൽ അതോറിറ്റിയോടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഏതാ കോൺസെപ്റ്റ് പഠിക്കുന്നത്? ലോക്കൽ അതോറിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. ലോക്കൽ അതോറിറ്റിയിൽ എന്താണ് നമുക്ക് വരുന്ന കൊച്ചു ചെറിയ എന്താണ് വിഷമങ്ങളും കാര്യങ്ങളും ആരോടാണ് പറയേണ്ടത്? ഈ പറയുന്ന ആരോടാണ് പറയേണ്ടത്? ലോക്കൽ അതോറിറ്റിയോടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ, അതുപോലെ ഡിസ്ട്രിക്ട് ബോർഡ്, ഇതൊക്കെ എന്താണ്? ലോക്കൽ അതോറിറ്റി ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വിഷമങ്ങൾ, ചെറിയ വിഷമങ്ങൾ ആരോടാ പറയേണ്ടത്? ലോക്കൽ അതോറിറ്റി. അപ്പൊ ലോക്കൽ അതോറിറ്റി ആൾസോ എ പേഴ്സൺ. അപ്പൊ നമ്മൾ പേഴ്സൺസിൽ എന്തൊക്കെ പഠിച്ചു? ഇൻഡിവിജ്വൽ HUF, കമ്പനി, AOP ഇൻക്ലൂഡിങ് LLP, സോറി ഫേം ഇൻക്ലൂഡിങ് LLP, AOP BOI, ലോക്കൽ അതോറിറ്റി. ആൻഡ് ഫൈനലി 7th വൺ എന്താണ്? AJP. എന്താ AJP? ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. അതായത് മുകളിൽ പറയാത്ത എല്ലാ പേഴ്സണെയും നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സണിൽ കൊണ്ടിടും. അതാണ് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഇഫ് നോട്ട് കവേർഡ് ആൾറെഡി മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽ HUF, ഫേം, കമ്പനി ഇൻക്ലൂഡിങ് LLP,
AOPBI ലോക്കൽ അതോറിറ്റി. ഇതിലൊന്നും ഉൾപ്പെടുത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? AJP പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഇടും. ഫോർ എക്സാമ്പിൾ ബാർ കൗൺസിൽ, അതുപോലെ യൂണിവേഴ്സിറ്റീസ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ പഠിക്കുമ്പോൾ പറഞ്ഞു എന്തിനകത്തുള്ള ചിട്ടി റോബോട്ട് എന്തല്ലാന്ന്, ഇൻഡിവിജ്വൽ അല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ചിട്ടി റോബോട്ട് എന്താണ്? നമുക്ക് AJP കൊണ്ടിടാം. ചിട്ടി റോബോട്ട് നാളെ മുതൽ കൂലിപ്പണിക്ക് പോയിട്ട് കൂലിപ്പണി ചെയ്തിട്ടുള്ള പൈസ ഉണ്ടാക്കി. എവിടെ ടാക്സബിൾ? ടാക്സബിൾ ഇൻ ദ സെൻസ് AJPയിലാണ് ആള് ഇൻഡിവിജ്വൽ ആയിട്ട് കവേർഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ എന്തോ പേര്, നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയും ടാക്സ് അടപ്പിക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് ആണ് ഗവൺമെന്റിന്റെ. ഓക്കെ, അപ്പൊ ചിട്ടി. അടുത്തത്, നിങ്ങളുടെ വീട്ടില് ഡോഗ്, ക്യാറ്റ്, ഇവരൊക്കെ എന്തുണ്ടാക്കി? പൈസ ഉണ്ടാക്കി. ഫോർ എക്സാമ്പിൾ സിനിമയെ അഭിനയിച്ചു, ഒരു പട്ടിക്കുട്ടിയായിട്ട് സിനിമയിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ ക്യാറ്റ്. ഇതൊക്കെ എന്താണ്? ആ ഇൻകം ഒന്നും ടാക്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കൂട്ടില്ല, അല്ലെങ്കിൽ പേഴ്സൺ ആയിട്ട് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്നിട്ട് ടാക്സ് ചെയ്യും. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പേഴ്സണിനകത്ത് 7 പേഴ്സൺസ് നമ്മൾ പഠിച്ചില്ല. 7 പേഴ്സൺസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം ഇൻക്ലൂഡിംഗ് LLP, AOPBI, ലോക്കൽ അതോറിറ്റി, AJP ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഓക്കെ, ഇതാണ് പേഴ്സൺസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡെഫിനിഷനിൽ ഒരു ഡെഫിനിഷനാണ് 231. നമ്മൾ ഇനി ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് പേഴ്സൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആലോചിക്കണം? ഈ 7 ഐറ്റം ആലോചിക്കണം. ഓക്കെ, നമ്മൾ ഇനി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ 2 കോൺസെപ്റ്റ് കൂടിയേ ഉള്ളൂ. എന്താണത്? പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സെക്ഷൻ നമ്പർ 4 എഴുതിയപ്പോൾ പേഴ്സൺ എന്നുള്ളത് ചാപ്റ്റർ നമ്പർ 1 നമ്മൾ പഠിക്കുന്നത്. അതുപോലെ പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ നമ്പർ 1. അപ്പൊ നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെന്റ് ഇയർ എന്ന് നോക്കിയാലോ. എന്താണ് പ്രീവിയസ് ഇയർ, അതുപോലെ എന്താണ് അസസ്മെന്റ് ഇയർ എന്ന് നോക്കിയാലോ. ഇൻകം ഏൺ ചെയ്യുന്ന ഇയർ ആണ്. അപ്പോൾ എന്താണ് ഈ സംഭവം? ഇയറോ നമ്മൾ എന്താണ് ഏണിംഗ് ഇൻകം, നിങ്ങൾ ഇൻകം ഏൺ ചെയ്യുന്ന ഇയറിനെയാണ് എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞ്, ഇൻകം നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇയർ ആണ് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പൊ അസസ്മെന്റ് ഇയറോ? ഏൺ ചെയ്ത ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കുന്ന ഇയർ ആണ് എന്ത്? അസസ്മെന്റ് ഇയർ. സോ കാൽക്കുലേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കൊല്ലം ഇൻകം ഏൺ ചെയ്തു, അതിന്റെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അസസ്മെന്റ് ഇയർ. അപ്പൊ പ്രീവിയസ് ഇയർ എന്താണ്? ഇൻകം നിങ്ങൾ ഏൺ ചെയ്ത ഇയർ ആണ് പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയർ എന്താണ്? ആ ഏൺ ചെയ്ത ഇൻകം ടാക്സ് കൊടുക്കുന്ന ഇയർ ആണ് എന്ത്? അസസ്മെന്റ് ഇയർ. ഈസ് ദാറ്റ് ക്ലിയർ? പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഏൺ ചെയ്യുന്നു, അത് നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന അസസ്മെന്റ് ഇയർ. ഓക്കെ അല്ലേ? ഇതാണ് പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും. നൗ ഇന്ത്യയിൽ നമ്മൾ കലണ്ടർ ഇയർ അല്ല ഫോളോ ചെയ്യുന്നത്. ജനുവരി ടു ഡിസംബർ ആണോ ഫോളോ ചെയ്യുന്നത്? അല്ല. ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇയർ എന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ആയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ഏപ്രിലാണ്, എൻഡ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് പറഞ്ഞത്. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ഏപ്രിലാണ്, എൻഡ് ചെയ്യുന്നത് 31st മാർച്ചാണ്. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഇയർ 23-24 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് 1/4/23 എൻഡ് ചെയ്യുന്നത് 31/3/2024. ഈ ഇയറിൽ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്ത ഇൻകം ഞാൻ ടാക്സ് ചെയ്യണത് എന്നായിരിക്കും? നെക്സ്റ്റ് ഇയർ ആയിരിക്കും. സാർ അതെന്താ അങ്ങനെ? ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാലം നിങ്ങൾ ഏൺ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു 31st മാർച്ചിന് ഞാൻ എന്ത് ചെയ്യാം? ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് കൊടുക്കാം ഈ ഒരു ഡേറ്റിന്. ബട്ട് അത് പറ്റില്ല. കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ 31st മാർച്ച് നൈറ്റ്, രാത്രി 11:59 നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു. എവിടെ ടാക്സ് ചെയ്യേണ്ടത്? ഇവിടെ തന്നെ ടാക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ ആ 31st മാർച്ച് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പീരീഡ്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമയം 31st മാർച്ചിന് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത കൊല്ലത്തേക്ക് അത് മാറ്റി. ദിസ് ഇസ് കാൾഡ് അസസ്മെന്റ് ഇയർ. നിങ്ങൾ ഈ ഇയർ ഏൺ ചെയ്ത ഇൻകം ഈ ഇയറിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണം. അതാണ് അസസ്മെന്റ് ഇയർ. നമുക്ക് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇയർ ആണ് അസസ്മെന്റ് ഇയർ, അതായത് 24-25. സിമിലർലി 24-25 1/4/24 to 31/3/2025.
ഈ പീരീഡിൽ നിങ്ങൾ ഏൺ ചെയ്ത ഇൻകം നിങ്ങൾ എപ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടത്? 25, 26 നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്. ഈസ് ദാറ്റ് ക്ലിയർ? അല്ലേ? 25, 26 ആണെങ്കിലോ 1, 4, 25 തുടങ്ങി 31, 3, 2026 അവസാനിച്ചു. എപ്പോഴാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്? 26, 27. സെയിം വേ 26, 27 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 1, 4, 26 to 31, 3, 2027 എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടാക്സ്? 27, 28, 27, 28. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. നൗ നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻസ് മിനിസ്റ്റർ, ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമ്മല സീതാരാമൻ. അപ്പോൾ എല്ലാ കൊല്ലവും ഫസ്റ്റ് ഏപ്രിൽ നിർമ്മല സീതാരാമൻ വന്നിട്ട് എന്ത് ചെയ്യും? നിർമ്മല സീതാരാമൻ അല്ല, ആരാണോ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ, ഇപ്പൊ കറന്റ് നിർമ്മല സീതാരാമൻ ആയതുകൊണ്ട് പുള്ളിക്കാരി വന്നിട്ട് എന്ത് പറയും? നേരെ പ്യാരെ ദേശവാസി എന്നൊക്കെ പറഞ്ഞിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കും അല്ലെ? എപ്പോഴാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക? ഫസ്റ്റ് ഏപ്രില്, സോറി ഫസ്റ്റ് ഫെബ്രുവരി. സോ എവറി ഇയർ ഫസ്റ്റ് ഫെബ്രുവരിയിൽ എന്ത് ചെയ്യും? ഫിനാൻസ് മിനിസ്റ്റർ, ബട്ട് election നടക്കുന്ന ഇയർ ആണെങ്കിൽ നമുക്ക് 2 ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. എക്സെപ്റ്റ് ഇലക്ഷൻ ഇയർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് സെൻട്രൽ ഇലക്ഷൻ നടന്നപ്പോഴാണ് 2024. അപ്പൊ ആ പീരീഡിൽ സെൻട്രൽ ഇലക്ഷൻ നടക്കുന്ന പീരീഡിൽ 2 ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. നോർമലി എത്രയാണ്? നമുക്ക് ഫസ്റ്റ് ഏപ്രിലിൽ നമ്മളുടെ ബഡ്ജറ്റ് കഴിയും. പക്ഷെ എന്താണ്, നിങ്ങൾ ഇലക്ഷൻ ഇയർ ആണെങ്കിൽ 2 ബഡ്ജറ്റ് ഉണ്ടാവും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ബഡ്ജറ്റ് ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോകുന്നില്ല, അപ്പോൾ ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാനും, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഗവൺമെന്റ്, സപ്പോസിംഗ്ലി ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു, വേറൊരു ഗവൺമെന്റ് ആണ് എലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബഡ്ജറ്റ് അവരുടെ ഐഡിയ അനുസരിച്ച് മാറ്റാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ടാണ് 2 ബഡ്ജറ്റ്. ഓക്കെ. നോ ഓക്കെ നൗ 23, 24, 25, 26 ഇതൊരു സുഖമില്ലല്ലോ പോയത്. 23, 24, 25, 26, 23, 24, 25, 26, 27. നൗ ബഡ്ജറ്റ് ഞാൻ എപ്പോ വരുന്ന പറഞ്ഞത്? ഫസ്റ്റ് ഫെബ്രുവരി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഫെബ്രുവരിയിൽ നമുക്ക് എന്ത് വരും? ബഡ്ജറ്റ് വരും അല്ലെ? ബഡ്ജറ്റ് ഫസ്റ്റ് ഫെബ്രുവരിയിൽ വരും. ഈ ഫസ്റ്റ് ഫെബ്രുവരിയിൽ വരുന്ന ബഡ്ജറ്റ് എങ്ങോട്ടുള്ളതായിരിക്കും? ഇങ്ങോട്ടുള്ളതായിരിക്കും. അതായത് ഫസ്റ്റ് ഫെബ്രുവരി 2023 ബഡ്ജറ്റ് 23, 24 പീരീഡിലോട്ടായിരിക്കും. സെയിം വേ ഇവിടെയും ഫസ്റ്റ് ഫെബ്രുവരി വരും. അത് എങ്ങോട്ടുള്ളതായിരിക്കും? 24, 25. ഇവിടെയും ഫസ്റ്റ് ഫെബ്രുവരി വരും. അത് എങ്ങോട്ടുള്ളതാണ്? 25, 26. ഇവിടെയും ഫസ്റ്റ് ഫെബ്രുവരി വരും. അത് എങ്ങോട്ടുള്ളതാണ്? 26, 27. സോ ഫസ്റ്റ് ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അടുത്ത പീരീഡിലോട്ടുള്ളതായിരിക്കും. ഓക്കെ, അടുത്ത പീരീഡിലോട്ടായിരിക്കും. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. ഇനി നമ്മൾ ബഡ്ജറ്റ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലെങ്കിലും ഇനി കേൾക്കുമ്പോൾ ഒന്ന് നോക്കുക. നിങ്ങൾ ബഡ്ജറ്റ് കേൾക്കുന്ന സമയത്ത് അതിന് 2 പാർട്ടാണുള്ളത്. ഓക്കെ, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഓക്കെ, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഓക്കെ, ഒന്നുകൂടി പറയാം, പാർട്ട് 1ഉം പാർട്ട് 2ഉം. നിങ്ങൾ ബഡ്ജറ്റിന് കേൾക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടായിരിക്കും. ഓക്കെ, പാർട്ട് 1ഉം പാർട്ട് 2ഉം. പാർട്ട് 1ൽ അവർ വന്ന് പറയുന്നത് ഗവൺമെന്റിന് കിട്ടിയ ഇൻകത്തെ കുറിച്ചിട്ടും അവരുടെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗവൺമെന്റിന് എത്ര ഇൻകം കിട്ടി, അതിന്റെ എക്സ്പെൻഡിച്ചർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. ഇത് നമുക്ക് റെലവെന്റ് അല്ല. നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വലിയ റെലവൻസ് ഇല്ല. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മെയിൻലി എല്ലാ കൊല്ലം പാർട്ട് 2 ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താണ്? ടാക്സ് പ്രൊപ്പോസൽസ് ഉണ്ടായിരിക്കും. എന്താ ടാക്സ് പ്രൊപ്പോസൽസ്? അമെൻമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ? അമെൻമെന്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. എല്ലാ ഇയറിലും ഫസ്റ്റ് ഫെബ്രുവരിയിൽ അമെൻമെന്റ് ഉണ്ടായിരിക്കും. അതായത് പ്രീവിയസ് ഇയർ എങ്ങനെയായിരുന്നു അതിനെക്കാട്ടിലും മാറ്റം വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
അമെൻമെന്റ്സിലാണ് വരാൻ പോകുന്നത് ഫസ്റ്റ് ഫെബ്രുവരിയിലുള്ള ബഡ്ജറ്റിൽ. ഈസ് ദാറ്റ് ക്ലിയർ? This is very very important for you people. Okay, now ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് എന്താണ് ഇൻകം ടാക്സ് ആക്ട് ആയിട്ട് മാറില്ല. അതെന്ത് ചെയ്യും നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു പ്രൊപ്പോസൽ ആണ്, ദെൻ ഇതൊരു ബില്ലായിട്ട് മാറും, ബില്ല് ആക്ട് ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നൗ ഫിനാൻസ് ആക്ട് 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് ഏത് പ്രീവിയസ് ഇയറിലേക്കുള്ളതാണ്? 24-25ലേക്കുള്ളതാണ്. അപ്പൊ അസസ്മെന്റ് ഇയർ എന്തായിരിക്കും? പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകം ടാക്സ് ചെയ്യുന്നതാണ് അസസ്മെന്റ് ഇയർ. അപ്പൊ എന്താണ് 25-26? 25-26 പ്രീവിയസ് ഇയറിലേക്കുള്ളതാണ്. 26-27ലേക്കാണ് നമുക്ക് നോക്കാനുള്ളത്. സെയിം വേ ഫിനാൻഷ്യൽ ഇയർ 26-27 പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയർ എത്രയാണ്? 27-28. ആക്ച്വലി ഇവിടെ ഒരു വൻ ഇടിവെട്ട് ഇതാണ് കേട്ടോ, പേടിക്കണ്ട. അയ്യോ. ഓക്കെ, now the question here is that ഫിനാൻസ് ആക്ട് 24 പറയുന്നത് പ്രീവിയസ് ഇയർ 24-25, അസസ്മെന്റ് ഇയർ 25-26. നെക്സ്റ്റ് ഇയർ ആയിരിക്കും അസസ്മെന്റ് ഇയർ. But the problem here is that, sir, നമ്മൾ ഏത് ഫിനാൻസ് ആക്ട് ആണ് പഠിക്കേണ്ടത്? ഞാൻ ഇതെല്ലാം പഠിക്കണം? സി, ഇതങ്ങോട്ട് ബാക്കിലോട്ട് ഇഷ്ടം പോലെ പോവാം, 1961 വരെ പോവാം. അതൊക്കെ ഞാൻ പഠിക്കണോ? വേണ്ട. നിങ്ങൾ പഠിക്കേണ്ട ഏതാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇതാണ് പഠിക്കേണ്ടത്. 1 സെക്കൻഡ്, ഈ കളർ രസമില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ഈ ഒരു പരിപാടിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഇതാണ് ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ മെയ് 26, അത് ഓൾറെഡി കഴിഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സെപ്റ്റംബർ ജനുവരി ബാച്ചിലേക്കാണ്. സെപ്റ്റംബർ 26 ജാനുവരി 27 അപ്ലിക്കബിൾ ആയിരിക്കുന്നത്. Now ഇതായിരിക്കും എന്ത്? മെയ് 27, സെപ്റ്റംബർ 27 ആൻഡ് ജാനുവരി 28ലേക്ക് വരാൻ പോകുന്നത്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ കിടപ്പുള്ളത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ഇതിലാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. നിങ്ങൾ ഓക്കെ, ഞാൻ CMA സ്റ്റുഡൻസിനെ കുറിച്ചും കൂടി പറയാം. ഇത് CA അറ്റംപ്റ്റ് ആണ് ഞാൻ എഴുതിയത്. CMA ഇനി എന്താണ്? ജൂൺ 26 ഓൾറെഡി ഗോൺ, ഡിസംബർ 26ലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ എഴുതാൻ പോകുന്ന അറ്റംപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? പഠിക്കുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ 25-26. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ അപ്പൊ തന്നെ പറയണം. നമ്മൾ പഠിക്കുന്ന പ്രീവിയസ് ഇയർ എന്താണ്? ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, നിങ്ങൾ എഴുതണ്ട. പ്രീവിയസ് ഇയർ 25-26 ആൻഡ് അസസ്മെന്റ് ഇയർ 26-27, വിച്ച് മീൻസ് നിങ്ങൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ 25-26 ആയിരിക്കും, അസസ്മെന്റ് ഇയർ 26-27 ആയിരിക്കും. നിങ്ങളെ ഈ പീരീഡിലാണോ എക്സാം എഴുതുന്നത്? മെയ് 26, സെപ്റ്റംബർ 26, ജാനുവരി 27. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ 25-26 ആയിരിക്കും, അസസ്മെന്റ് ഇയർ 26-27 ആയിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ നമ്മളുടെ മെയിൻ പരിപാടി എന്താണ്? എന്ത് പഠിക്കണം? പ്രീവിയസ് ഇയർ 25-26, പ്രീവിയസ് ഇയർ 25-26, അസസ്മെന്റ് ഇയർ 26-27. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഇത്. ഓക്കെ, സോ നമ്മൾ ഇത് ക്ലാസ്സിലൊരു ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമുക്കൊരു ബേസിക് ഐഡിയ, ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, മൊത്തത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഫാക്കൽറ്റി ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് തന്നത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വലിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇത് ബേസിക് ആണ്. ഇതിൽ നമ്മൾ പേഴ്സൺ എന്താണെന്ന് പഠിച്ചു, പ്രീവിയസ് ഇയർ എന്താണെന്ന് പഠിച്ചു, അസസ്മെന്റ് ഇയർ എന്താ പഠിച്ചു. ഈ 3 സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ചാപ്റ്റർ 2 എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം വിൽ ഡിസ്കസ്. അടുത്ത ഇതിൽ അസഫ്നോ നമുക്ക് എന്താണ് ചെറിയ ബ്രേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്യണം, അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം.